ഹലോ കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ ഒരു വീഡിയോ ആണുള്ളത്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ പോയി കാണണം. ഇത് പാർട്ട് 2 ആണ്. ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. എന്താണ് സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്? ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് ഒന്നിനു ശേഷം ഒന്നായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ സീരീസ് കണക്ഷൻ എന്ന് പറയും. നമുക്കൊരു പിക്ചർ വെച്ച് നോക്കാം. ഈ പിക്ചറിൽ കാണുന്ന സർക്യൂട്ടിൽ റെസിസ്റ്റർ R1 ശേഷം റെസിസ്റ്റർ R2 അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു സീരീസ് കണക്ഷനാണ്. ഇങ്ങനെ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്തു പോകും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2. ഓരോ റെസിസ്റ്റേഴ്സിലുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആണ്. അതായത് V1 എന്ന് പറയുന്നത് I × R1 ആയിരിക്കും. V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 എന്ന് പറയുന്നത് I × R2. അപ്പോൾ നമുക്ക് നേരത്തെ V1 + V2 ആണെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓംസ് ലോ പ്രകാരം അറിയാം V എന്ന് പറയുന്നത് I × R എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ V = V1 + V2ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ V എന്ന് പറഞ്ഞാൽ IR = V1 എന്ന് പറഞ്ഞാൽ I × R1 + V2 എന്ന് പറയുന്നത് I × R2. അപ്പോൾ IR = I × R1 + IR2. അപ്പം ഈ IR1 + IR2ൽ നിന്ന് നമ്മൾ I കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ IR = I ബ്രാക്കറ്റിനുള്ളിൽ കോമൺ ആയിട്ട് വരുന്ന ടേമായ I നമ്മൾ പുറത്തെടുത്തു. ഇനി മിച്ചമുള്ളത് R1 + R2. അപ്പോൾ ഈ സൈഡിലും ഈക്വൽ ടുവിൻ്റെ ഈ രണ്ട് സൈഡിലും I ഉണ്ട്. ആ I രണ്ടും ക്യാൻസലായിപ്പോയി. അപ്പോൾ R = R1 + R2. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തം സമ്മാണ്. അതായത് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റെസിസ്റ്ററായ R1ൻ്റെയും രണ്ടാമത്തെ റെസിസ്റ്ററായ R2ൻ്റെയും കൂടെ സമ്മായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. അതായത് രണ്ട് റെസിസ്റ്റേഴ്സും 6 റെസിസ്റ്റൻസ് ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 2. 6 × 2 ആയിരിക്കും വരുന്നത്. 6 × 2 ആയിരിക്കും അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. ഇനി അടുത്തത് ഒരു ചെറിയ ടോപ്പിക്കാണ് കളർ കോഡ് എന്ന് പറഞ്ഞിട്ട്. അതും കൂടെ നമുക്ക് നോക്കാം. ഈ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഒന്നെങ്കിൽ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കളർ കോഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ കോഡ് നമ്മൾ പഠിക്കുന്നത്. സാധാരണ ഒരു റെസിസ്റ്ററിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സുള്ള റിങ്സാണ് കാണാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ 2 റിങ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ ആദ്യത്തെ 2 ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ റിങ് സൂചിപ്പിക്കുന്നത് അതിൽ ആ റെസിസ്റ്റൻസ് വാല്യൂവിൽ എത്ര സീറോസ് ഉണ്ടെന്നാണ്. പിന്നെ നാലാമതൊരു റിങ്ങും കൂടിയില്ലേ, ആ റിങ് വെച്ചിട്ട് നമുക്ക് ആ റെസിസ്റ്ററിൻ്റെ ടോളറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലേ സിൽവറിൻ്റെ ±10% ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ടോളറൻസ് ആണ്. ഇനി നാലാമത്തെ ലൈൻ ഇല്ല, നാലാമത്തെ റിങ് ഇല്ലയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ ±20% ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ആദ്യത്തെ 2 റിങ് റെഡും വയലറ്റും ആണ്. അതായത് റെഡിൻ്റെ വാല്യൂ 2 ആണ്. ഇതിൻ്റെ ടേബിൾ ഉണ്ട്, അത് നമുക്ക് നോട്ട്സിൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ റെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2ഉം വയലറ്റിൻ്റെ വാല്യൂ 7ഉം ആണ്. ഈ തേർഡ് റിങ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസ് കാണിക്കുന്ന റിങ് ആണല്ലോ, അതിൻ്റെ കളറ് ഓറഞ്ച് ആണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 3 സീറോസ് ആയിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 27,000 ഓം ആണ്. അതായത് 27 കിലോ ഓം. ഇനി നാലാമതൊരു റിങ്ങും കൂടിയുണ്ട്, അത് സിൽവർ കളറാണ്.
അതായത് +or-10% ആണ് സിൽവർ കളർ വരുമ്പോൾ ടോളറൻസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 27 കിലോ ഓം +or-10% ടോളറൻസ് ആണ്. അതിൻ്റെ ഒരു കളർ കോഡിൻ്റെ ചാർട്ടുണ്ട്, അത് നോട്ട്സിൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നോട്ട്സിൻ്റെ ഭാഗമാണ്, അതും കൂടി എല്ലാവരും കാണണേ. ഇനി നമുക്ക് ഇന്ന് പഠിച്ച സീരീസ് കണക്ഷൻ്റെയും കളർ കോഡിൻ്റെയും ഭാഗത്തിൻ്റെ നോട്ട്സ് ഡിസ്കസ് ചെയ്യാം. നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നമുക്കാദ്യം സീരീസ് കണക്ഷൻ്റെ നോട്ട്സ് നോക്കാം. When a circuit is completed by connecting the resistors one after the other, it is called series connection. അതായത് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് എല്ലാം ഒന്നിനു ശേഷം ഒന്നായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് സീരീസ് കണക്ഷൻ എന്ന് പറയും. താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതായത് റെസിസ്റ്റർ R1 റെസിസ്റ്റർ R2നോട് കണക്ട് ചെയ്തിരിക്കുന്നു, റെസിസ്റ്റർ R2 റെസിസ്റ്റർ R3യോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. When resistors are connected like this, the effective resistance increases. അതായത് സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ്. When resistors are connected in series, the potential difference get divided. സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്തു പോകുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, the current through each resistors will be same. Hence, V1 = I × R1, V2 = I × R2. അപ്പോൾ റെസിസ്റ്റേഴ്സിലെ കറണ്ട് സെയിം ആയിരിക്കും സീരീസ് കണക്ഷനിൽ. അതുകൊണ്ട് V1 എന്ന് പറയുന്നത് കറണ്ട് സെയിം ആയത് കാരണം I ആയിട്ട് തന്നെ എടുക്കുന്നു, I × R1. V2ൻ്റെ കേസിലാണെങ്കിൽ V2 = I × R2. In series circuit, the voltage across the higher resistance will be greater. According to Ohm's law, V = I × R. Here R indicate effective resistance. Ohm's law പ്രകാരം V എന്ന് പറയുന്നത് I × R ആണ്. ഇനി ബാക്കി താഴെയുള്ള ഇക്വേഷൻ നോക്കാം. Hence, IR = IR1 + IR2. ഇവിടെ I കോൺസ്റ്റൻ്റ് ആയി നമ്മളതിന് Iനെ കോമൺ ആയത് കാരണം അത് പുറത്തേക്ക് എടുക്കുകയാണ്. IR = I ബ്രാക്കറ്റിനുള്ളിൽ R1 + R2. Therefore, R = R1 + R2. I രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ R = R1 + R2. R എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. Effective resistance is the sum of resistance of all resistors when they are connected in series. സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ സമ്മാണ്. If the resistors are of same value, then the effective resistance can be obtained by multiplying the resistance of a resistor with the number of resistors. അപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിനെല്ലാം സെയിം വാല്യൂ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റു എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ നമ്പർ, അങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇനി കളർ കോഡിൻ്റെ നോട്ട്സ് ആണ്. The value of resistance of carbon resistors available in the market has their resistance directly marked on them or indicated by color codes. Usually, rings of 4 different colors are used. The first 2 ring indicates the 2 digits. The third one indicates the number of zeros. And the fourth ring indicates tolerance. അപ്പം ഞാൻ പറഞ്ഞു ആ റെസിസ്റ്ററിലോ കാണുന്ന 4 റിങ്ങുകളുണ്ടല്ലോ, ആ 4 റിങ്ങും ഓരോ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ 2 റിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ ആദ്യത്തെ 2 ഡിജിറ്റിനെയാണ്. മൂന്നാമത്തെ റിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ റിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോളറൻസിനെയാണ്. സിൽവർ ആണെങ്കിൽ +or-10% ടോളറൻസ് ആയിരിക്കും. ഗോൾഡ് ആണെങ്കിൽ +or-5% ടോളറൻസ് ആയിരിക്കും. ഇനി നാലാമത്തെ ലൈൻ ഇല്ല. if there is no fourth line, then 20% deviation will be there. ഫോർത്ത് ലൈൻ ഇല്ലെങ്കിൽ 20% ഡീവിഗേഷൻ ആയിരിക്കും. ഇനി മറ്റേ എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, if the first 2 rings are red and violet,
then the first two digits are 2 and 7. The third one denotes the number of zeros. If this is orange, then there are 3 zeros. Now the value is 27,000 ohms. If silver is also considered, then the value equal to 27 kilo ohm plus or minus 10% tolerance. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ആദ്യത്തെ രണ്ട് റിങ് റെഡും വയലറ്റും ആയിരുന്നു, മൂന്നാമത്തെ റിങ് ഓറഞ്ച് ആണ്, നാലാമത്തത് സിൽവർ ആണ്. അപ്പോൾ റെഡും വയലറ്റും ആദ്യത്തേതായതുകൊണ്ട് ഡിജിറ്റ് വരുന്നത് 2ഉം 7ഉം ആയിരിക്കും. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഓറഞ്ച് ആയതുകൊണ്ട് അത് നമ്പർ ഓഫ് സീറോസ് ആണ് കാണിക്കുന്നത്. ഓറഞ്ച് വരുമ്പോൾ 3 zeros ആണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 27,000 ohm ആയി. പിന്നെ സിൽവർ കൺസിഡർ ചെയ്യുമ്പോൾ സിൽവർ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 10% ടോളറൻസ് ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 27 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 10% ടോളറൻസ്. ഇനി ഇതാണ് കളർ ചാർട്ട്. കളർ ചാർട്ടിൽ ആദ്യത്തെ കോളത്തിൽ കളറാണ് കാണിക്കുന്നത്, രണ്ടാമത്തെ കോളത്തിൽ നമ്പറാണ് കാണിക്കുന്നത്. അതായത് ആദ്യത്തെ രണ്ട് റിങ്ങിലാണ് വരുന്നതെങ്കിൽ ഈ നമ്പേഴ്സ് ആയിരിക്കും എടുക്കുക. നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ തേർഡിൽ ഈ കളേഴ്സ് ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ ഈ നമ്പർ ഓഫ് സീറോസ് എന്നാണ് സെലക്ട് ചെയ്യുക. ആദ്യത്തേത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഫസ്റ്റ് 2 കളേഴ്സിൽ ഏതെങ്കിലും ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ അത് തേർഡ് വൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ഉണ്ടായിരിക്കില്ല. പിന്നെ രണ്ടാമത്തത് ബ്രൗൺ ആണ്. ബ്രൗൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിങ് ഇപ്പോൾ ബ്രൗണാണ് വന്നിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ തുടങ്ങുന്നത് 1 വെച്ചായിരിക്കും. അല്ല ബ്രൗൺ വരുന്നത് തേർഡ് റിങ് ആയിട്ടാണെങ്കിൽ നമ്പർ ഓഫ് സീറോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെയാണ് ബാക്കി. റെഡ് ആണെങ്കിൽ 2, ഓറഞ്ച് ആണെങ്കിൽ 3, യെല്ലോ ആണെങ്കിൽ 4, ഗ്രീൻ ആണെങ്കിൽ 5, ബ്ലൂ ആണെങ്കിൽ 6, വയലറ്റ് ആണെങ്കിൽ 7, ഗ്രേ ആണെങ്കിൽ 8, വൈറ്റ് ആണെങ്കിൽ 9. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോട്ട്സ് PDF ആയിട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് പറയാം.